ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ തിയറി തിയറിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അത് 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് തിയറി. അപ്പോൾ അതുകൊണ്ട് അതും പഠിക്കുക, പ്രോബ്ലംസ് ചെയ്യാനും നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് ഇതിൽ 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. യൂട്ടിലിറ്റി ഫംഗ്ഷൻ, അത് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ 2x + y - 6 = 0. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കണ്ടീഷൻ. u = 4x y - y² ആൻഡ് ദ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2x + y - 6 = 0. ഇതിപ്പോൾ നമ്മൾ എഴുതുമ്പോഴത്തേന് = 0 എന്നുള്ള രൂപത്തിൽ വേണം എഴുതാൻ. ഇപ്പം 2x + y = 6 എന്നാണെങ്കിൽ നമ്മൾ ഈ 6നെ അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് എഴുതണം. 2x + y - 6 = 0 എന്നാക്കി വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ നോക്കിക്കോ, ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്, കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ z എടുത്തു. z = 4x y - y², ആദ്യത്തെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ അത് അതുപോലെ എഴുതി, പ്ലസ് ലാംഡ ഇൻറ്റു ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, നമ്മുടെ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ലാംഡ ഇൻറ്റു 2x + y - 6. ഓക്കെ, സെറ്റായി. ആദ്യം നമ്മൾ എഴുതി. രണ്ടാമത് നമ്മൾ z = എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനെ ലാംഡ കൊണ്ട് ഗുണിച്ചിട്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ കൂടെ കൂട്ടി ഇങ്ങനെ എഴുതി. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 4x - y² 4xy - y² വരെ അതുപോലെ എഴുതി. പ്ലസ് ഇനി ഈ ലാംഡ കൊണ്ട് ഇതിനെല്ലാം ഓപ്പൺ ചെയ്യണം. ലാംഡ ഇൻറ്റു 2x ലാംഡ പ്ലസ് ലാംഡ ഇൻറ്റു y ലാംഡ മൈനസ് 6 ഇൻറ്റു ലാംഡ 6 ലാംഡ. ഓക്കെ, അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇനിയാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇതിനെല്ലാം നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ലാംഡ. 3 വേരിയബിളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 3 വേരിയബിളിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനെ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യമേ നമ്മൾ കണ്ടീഷൻ എഴുതി, രണ്ടാമത് നമ്മൾ ഇതിനെ ഒരു സമ്മായിട്ട് എഴുതി, z എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്ത് സമ്മായിട്ട് എഴുതി. രണ്ടാമത്തെ നമ്മുടെ കണ്ടീഷനെ ലാംഡ കൊണ്ട് ഗുണിച്ചു, പിന്നെ അത് ഓപ്പൺ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ, ലാംഡ അങ്ങനെ എടുക്കണം. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പം എന്താണ്? 4x, അതിനകത്ത് 4y അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 1. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4y എന്ന് കിട്ടും. പിന്നെ y² എടുക്കത്തില്ല, y²നോട് എക്സ് ഇല്ലാത്തതുകൊണ്ട് y² എടുക്കത്തില്ല, അത് 0 ആയിപ്പോവും. 2x ലാംഡയ്ക്കകത്ത് 2നെ ലാംഡയെ വെളിയിറക്കിയിട്ട് ഡോ എക്സ് ബൈ ഡോ എക്സ് 1. അപ്പോൾ 2 ലാംഡ ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് 2 ലാംഡ എന്ന് കിട്ടും. 2 ലാംഡ = 0. അങ്ങനെ നമ്മളത് ചെയ്ത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡോ z ബൈ ഡോ y വിത്ത് റെസ്പെക്റ്റ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ നമ്മൾ 4xyയുടെ എടുക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? 4xനെ വെളിയിലിട്ടിട്ട് ഡോ y ബൈ ഡോ y എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 4x ഇൻറ്റു 1. അപ്പോൾ നമുക്ക് 4x എന്ന് കിട്ടും. 4x മൈനസ് y² പാർഷ്യൽ ഡെറിവേറ്റീവ് 2y തന്നെ, പ്ലസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ y ഇല്ല. ഇനി ഇവിടെ y ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ y ലാംഡ. അപ്പോൾ ലാംഡയെ വെളിയിട്ടിട്ട് ഡോ y ബൈ ഡോ y 1. അപ്പോൾ ലാംഡ നമുക്ക് കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത അതിന് = 0 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. ഇനി അടുത്ത ലാംഡ വെച്ചിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ലാംഡ വെച്ചെടുക്കുമ്പോൾ ഇതിൽ ലാംഡ ഇല്ല, ഇതിൽ ലാംഡ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണം? 2xനെ വെളിയിലിട്ടിട്ട് ഡോ ലാംഡ ബൈ ഡോ ലാംഡ, അത് 1 എന്ന് വരും. അപ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും. 2x നമ്മൾ എഴുതി. പിന്നെ ഈ y ലാംഡയെ നമ്മൾ എന്ത് ചെയ്യും? വൈയെ വെളിയിട്ടിട്ട് ലാംഡയുടെ മാത്രം ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y എന്ന് കിട്ടും. മൈനസ് 6 ലാംഡയ്ക്കകത്ത് 6നെ വെളിയിട്ടിട്ട് ഡോ ലാംഡ ബൈ ഡോ ലാംഡ 1. അപ്പോൾ 6 ഇൻറ്റു 1 6 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് അതിനെ 3 നമ്മൾ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്ത് 3 ഇക്വേഷനായിട്ട് എഴുതി. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് എക്സിൻ്റെയും വൈയുടെയും ലാംഡയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എടുക്കാം. എടുത്ത് 4x + 2y = 0.
ഇനി ഇതിനകത്തുനിന്ന് 2y നമ്മൾ അപ്പുറത്തുണ്ട്, അപ്പം -2y. പിന്നെ നമ്മൾ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ -2നെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത്, -2നെ അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ലാംഡ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -2y എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്കിവിടെ ലാംഡയുടെ വാല്യൂ കിട്ടി. ഈ ലാംഡയുടെ വാല്യൂ നമ്മളിനി ഇതിനകത്ത് ഈ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ലാംഡ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ആ കിട്ടിയ ലാംഡയുടെ വാല്യൂ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4x - 2y പ്ലസ് ലാംഡയുടെ സ്ഥാനത്തോട്ട് ആരെ ഇട്ട് കൊടുക്കണം? -2y നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം പ്ലസ് ഇൻറ്റു -2y എന്ന് പറയുമ്പം -2y. അപ്പം -2y ഇതാണ്, ഇങ്ങനെയല്ലേ കിടക്കുന്നത്, ഇങ്ങനെ. ഇവിടെ ഡബിൾ സൈൻ്റെ റൂൾ വരും. അപ്പോൾ ഡബിൾ സൈൻ്റെ റൂൾ വരുമ്പോൾ പ്ലസും മൈനസും കൂടെ ആകുമ്പോൾ അതെന്തായിട്ട് മാറും? മൈനസായിട്ട് മാറും. അപ്പോൾ 2y - 2y എന്ന് വരും. 2y - 2y എന്ന് പറഞ്ഞാൽ -4y. സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള സൈൻ -4y എന്ന് വരും. അപ്പോൾ 4x - 4y എന്ന് വരും, =0. ഇനി നമ്മൾ എന്ത് ചെയ്ത് 4x ഈ 4y അപ്പുറത്തുണ്ട്. അപ്പോൾ 4x = 4y എന്ന് വന്ന്, എന്നിട്ട് പിന്നെ ആണെങ്കിൽ എന്ത് ചെയ്ത് ഇതിനെ 4നെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പം x = y എന്ന് കിട്ടി. അപ്പോൾ എക്സും വൈയും ഈക്വലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ഇക്വേഷനിൽ ഈ എക്സിൻ്റെ സ്ഥാനത്തോട്ട് ആരെ ഇട്ട് കൊടുക്കാം? ഈ വൈയുടെ സ്ഥാനത്തോട്ട് ആരെ ഇട്ട് കൊടുക്കാം? എക്സിനെ ഇട്ട് കൊടുക്കാം. വൈയുടെ സ്ഥാനത്തോട്ട് നമ്മൾ ഇനി ആരെ? എക്സിനെ ഇട്ട് കൊടുത്ത്. അപ്പോൾ എക്സും വൈ ഈക്വലാണ്. അപ്പോൾ നമുക്ക് വൈയുടെ സ്ഥാനത്തോട്ട് നമുക്ക് എക്സ് എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2x + x, y എന്ന് മാറി x ആയി. x - 6 = 0. അപ്പോൾ 3x - 6 = 0. 6നെ അപ്പുറത്ത് കൊണ്ടുപോയി, എന്നിട്ട് 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 3യെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 6/3. അപ്പോൾ x = 2 എന്ന് വന്നു. അപ്പോൾ നമുക്കറിയാം എക്സും വൈ ഈക്വലാണ്. എക്സും വൈ ഈക്വൽ ആണെങ്കിൽ എക്സും വൈ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. നമുക്ക് എക്സ് ഇവിടെ 2 എന്ന് കിട്ടി. അപ്പം വൈയും എന്തുമായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ലാംഡ കൂടി കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ലാംഡ കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലാംഡ ഉള്ള ഒരു ഇക്വേഷൻ എടുക്കണം. അപ്പം നമുക്ക് ലാംഡ ഉള്ള ഇക്വേഷൻ 1ഉം 2ഉം. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ഇക്വേഷനിലോട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാം. 4y + 2y. 4yയുടെ വാല്യൂ നമുക്കറിയാം 2 ആ. 4 × 2 + 2 ലാംഡ. 4 × 2 8. 8 + 2 ലാംഡ = 0. 2 ലാംഡ ഈ 8നെ അപ്പുറത്ത് കൊണ്ടുപോയി -8. അപ്പോൾ ലാംഡ = -8/2 -4. അങ്ങനെ നമുക്ക് ലാംഡയുടെ വാല്യൂയും കിട്ടും. പിന്നെ നമുക്ക് എക്സും വൈയും നേരത്തെ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചു 2 ആണ്. അപ്പോൾ നമ്മൾ therefore x, y = 2, 2. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഈ പോയിന്റിലാണ് ഈ നമ്മുടെ ഫംഗ്ഷൻ മാക്സിമം ആകുന്നത്. അതായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ, മാക്സിമൈസ് ചെയ്യാനായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം 2, 2 എന്നുള്ള പോയിന്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ മാക്സിമം ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് ഈ യൂട്ടിലിറ്റി ഫംഗ്ഷനകത്തോട്ട് യു എന്നുള്ള ഇക്വേഷനകത്തോട്ട് നമ്മൾ ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 × 2 × 2 - 2². അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് പഠിക്കുക. 2 പ്രാവശ്യമാണ് ഇത് ചോദിച്ചിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട്. അപ്പോൾ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം തിയറി എന്തായാലും എല്ലാവരും പഠിച്ചിട്ട് പോവുക. തിയറി എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഓക്കെ, തിയറി എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.